നമസ്കാരം. തിരുവനന്തപുരം ജില്ലയിലെ ആറാമട എന്ന് പറയുന്ന സ്ഥലത്ത് സ്വപ്നക്കൂട് സ്വപ്നധാര എന്ന് പറഞ്ഞ അഗതി മന്ദിരത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ചവറ താനിമൂട് എന്ന ഭാഗത്ത് നമ്മൾ ഒരു വീട്ടിൽ നിന്ന് കുറച്ച് ഡ്രസ്സ് കളക്ട് ചെയ്തു. ആ ഡ്രസ്സിനകത്ത് ഒരു ചേട്ടൻ്റെ പോക്കറ്റിൽ 19,000 രൂപ ഉണ്ടായിരുന്നു. അത് നമ്മൾ ഡ്രസ്സ് കൊണ്ടുപോയപ്പോൾ പോക്കറ്റ് നമ്മൾ ചെക്ക് ചെയ്യാതെ കൊണ്ടുപോയി. പക്ഷേ വണ്ടിക്കകത്ത് കൊണ്ട് എല്ലാ ഡ്രസ്സുകളും ഒന്നിച്ചിട്ട് കൊണ്ടുപോയി ഓഫീസ് തന്ന സമയത്താണ് ഈ വീട്ടിൽ നിന്നും ഫോൺ നമുക്ക് വരുന്നത്. ഫോൺ വന്ന ശേഷം ഡ്രസ്സ് അതിനകത്ത് എല്ലാം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പോക്കറ്റിനകത്ത് ഈ വീട്ടമ്മ പറഞ്ഞ പോലെ, ഈ വീട്ടിലെ ചേച്ചി പറഞ്ഞ പോലെ 19,000 രൂപ അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ആ പൈസ സ്വപ്നക്കൂട് കോർഡിനേറ്റർ തിരികെ ആ വീട്ടിൽ വന്ന് ആ ചേച്ചിയുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. ചേച്ചി കറക്റ്റായിട്ട് ഞാനാണെങ്കിൽ ഇവിടെ ആര് വന്നാലും ഞാൻ ഇങ്ങനെ കൊടുക്കും, എന്തെങ്കിലും കൊടുത്താണ് വിടുന്നത്. വെറുതെ കൈയോടെ ഞാൻ വിടാറില്ല. അപ്പോൾ ഈ ഓണം ആയതുകൊണ്ട് പലർക്കും ഒരു സംശയം, ഇത് ഉള്ളതാണോ, ഇങ്ങനെ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിൽ പലരും വീടുകളിൽ വരും, ഉള്ളതാണോ അറിയില്ല. അപ്പം എൻ്റെ അടുത്ത് ഇവിടുത്തെ ആ സ്റ്റാഫ് ചിത്ര പറഞ്ഞു അമ്മമാർക്ക് ഇതിനടുത്ത് ആഹാരത്തിനാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല. ഞാൻ ചോദിച്ചു ഗൂഗിൾ പേയിൽ ചെയ്ത് തന്നാൽ മതിയോ. കറക്റ്റായിട്ട് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു, രസീതും തന്നു. ആ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. അത് വെച്ച് ഞാൻ കോൺടാക്ട് ചെയ്തപ്പം എന്നോട് പലരും പറഞ്ഞു ചിലപ്പോൾ ഇതിങ്ങനെയുള്ളതൊക്കെ വിശ്വസിക്കാൻ പറ്റത്തില്ല, ഓണ ടൈമല്ലേ, നമുക്കൊന്നും പറയാൻ പറ്റില്ല, കംപ്ലൈൻറ്റ് ചെയ്യണം. പക്ഷേ വളരെ നല്ല പെരുമാറ്റം. നിങ്ങൾ ഒരു കാരണവശാലും ടെൻഷൻ എടുക്കേണ്ട, നിങ്ങൾ സമാധാനമായിട്ടിരിക്കും, നാളെ നമ്മളിത് വീട്ടിൽ കൊണ്ട് തരാമെന്ന് പറഞ്ഞു. എനിക്ക് വളരെയധികം സ്വപ്നധാര, എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ നന്മയാണ്. ഇപ്പോൾ ഇത്രയും റിസ്ക് എടുത്തിട്ട് നമുക്ക് തിരിച്ചു കൊണ്ട് തന്ന് ദൈവാനുഗ്രഹം ഉണ്ടാകും, എല്ലാ അനുഗ്രഹം ഉണ്ടാകും. ഇതിവിടെ കൊണ്ട് കാണിച്ചു തരാൻ കാണിച്ച വിശ്വാസത്തിൽ ഞാൻ എണ്ണത്തില്ല. എന്തുവന്ന് പറഞ്ഞാലും ഞാൻ എണ്ണത്തിലാണ്. ഇതിവിടെ കൊണ്ട് തന്നല്ലോ, അതിലും വലുതായിട്ടൊന്നുമില്ല. അതിനപ്പുറം ഞാൻ നിങ്ങളുടെ മുന്നിൽ ചെന്നിയ ഒരു വിശ്വാസത്തിലായിരിക്കും, ഞാൻ എണ്ണത്തില്ല. തീർച്ചയായിട്ടും ഞാൻ എണ്ണത്തില്ല.